രാധേകൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇത് പുതിയ തുടക്കങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ, അങ്ങനെ വൈകാരികമായ കാര്യങ്ങളെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കുണ്ടാകുന്ന പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കാനും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആന്തരിക സന്തോഷത്തോടെയും ആത്മീയ ഉണർവേകി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്നും, അങ്ങനെ പഴയ ബന്ധങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തി പുതിയ ബന്ധങ്ങളെ കൂടെ കൂട്ടി ദയോടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് ഏസ് ഓഫ് സോർട്സ് എന്ന കാർഡാണ്. നിങ്ങൾക്ക് ഇനി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സാധ്യതകളെയൊക്കെ ബുദ്ധിപരമായി നേരിട്ട് പുതിയ പ്രോജക്റ്റ്, ബിസിനസ്സിനെയൊക്കെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും, പുതിയ പ്രോജക്റ്റിലോ ബിസിനസ്സോ ആയതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന വെല്ലുവിളിയൊക്കെ ബുദ്ധിപരമായി നേരിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെ വളരെ കരുതിയിരിക്കാനും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ വന്നത് 6 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. ഇത് പ്രശസ്തി, വിജയമൊക്കെ നിങ്ങളെ കഠിനാധ്വാനത്തിൻ്റെയും ബുദ്ധിപരമായ തീരുമാനത്തിൻ്റെയും ഫലമായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നും, അങ്ങനെ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അംഗീകാരങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ അഹങ്കരിക്കാതെ വിനയത്തോടുകൂടി നിങ്ങളെ കൂടെ നിന്നവരെയൊക്കെ തിരിച്ചറിഞ്ഞ് സ്വന്തം കഴിവുകളെ മനസ്സിലാക്കി സമൂഹത്തിലുള്ള നിങ്ങളുടെ അംഗീകാരത്തെയൊക്കെ ഉൾക്കൊണ്ട് വളരെ നിങ്ങൾക്ക് വിജയവും നിങ്ങളുടെ സന്തോഷവും ഒക്കെ ഒന്ന് ആഘോഷിക്കാനും, അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നവരെയൊക്കെ കൂടെ കൂട്ടി വളരെയധികം വിനയത്തോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. താങ്ക്